അമ്മമാരെ ചേട്ടന്മാരെ ചേച്ചിമാരെ അനിയന്മാരെ അന്തിമാരെ എല്ലാവർക്കും അസ്ലം വീഡിയോയിലേക്ക് വമ്പിച്ച സ്വാഗതം. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ 7:40 എണീറ്റതാണ്. 7:40 ഇങ്ങനെയാണ് എണീറ്റിട്ട് ഫുഡ് കഴിച്ച് അതിൻ്റെ ഒരു ഇത്തിരി എന്നാണ് ക്ലാസ് കേട്ടു. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് എടുക്കണം വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫോണാണ് നമ്മുടെ പഠിപ്പിന് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സംഭവത്തിന് സപ്പോർട്ടിങ് ആയി വരുന്നതും ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരുന്നതും. നമ്മൾ ഇതൊരു കൈൻഡ് ഓഫ് കത്തി പോലെയാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ഞാൻ വിചാരിക്കണേ ഇത് ഈ ഫോണാണല്ലോ പ്രശ്നം. അപ്പൊ ഈ ഫോണിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ഉപയോഗിക്കത്തില്ലല്ലോ. എന്നാലും ലാപ്പിലൊക്കെ ചിലപ്പോൾ യൂട്യൂബ് കയറിയിട്ട് വല്ല ഡൗട്ട് നോക്കാനായിരിക്കും കയറുണ്ടാവുക. ബട്ട് ആ വഴി ചിലപ്പോൾ വഴി തെറ്റി പോകും. പെട്ടെന്ന് മാക്സിമം നോക്കും. കാരണം എന്റെ ആവശ്യമാണ് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ളത്. ഒരു ഡേ മൈ ലൈഫ് കൃത്യമായിട്ട് എടുക്കാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ അഡ്വാൻറ്റേജ് ലൈക്ക് എന്റെ ഡിസ്ട്രാക്ഷൻസ് കുറക്കാനും എന്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ലൈക്ക് റെഡിയാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അപ്പൊ ഇനി എണീറ്റിട്ട് ഞാൻ കുറച്ച് ക്ലാസ് കേട്ടു. ഞാൻ പറഞ്ഞു FM-ന്റെ ലൈക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പഠിച്ചുള്ള സംഭവം തന്നെയാണ് പഠിക്കാൻ സമയത്ത്. ബട്ട് ഡൗട്ട് വരെ യൂട്യൂബിലൊക്കെ നോക്കാം. നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഭയങ്കരമായിട്ട് വേണം. ലൈക്ക് ഒരു ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമിന് പഠിക്കുന്ന പോലെ പോലല്ലോ. ഫസ്റ്റത്തെ ഇൻട്രോ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ ഇൻട്രോ എന്നല്ല. അത് കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ മറ്റേ യൂട്യൂബ് ചാനലില്ലേ, നമ്മള് എന്താ നമ്മുടെ കഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് തുടങ്ങിയ യൂട്യൂബ് ചാനലില് ഫസ്റ്റ് പറഞ്ഞ ഇൻട്രോ ആണ്. അന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ 14,000 ഫോളോവർ പോലെ അന്ന് ഇത്രയൊന്നും ഇല്ല. 100-150 ഫോളോവർ ഒക്കെ ഉള്ളു. അപ്പൊ നമ്മള് ഭയങ്കര കുറച്ച് ഫോളോവർ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അതൊരു ഹ്യൂമൻ നേച്ചറാണ്. എന്റെ ഹ്യൂമൻ നേച്ചർ അങ്ങനെയല്ല കേട്ടാ. ബാക്കിയുള്ള അവൻ വലിയ കാർത്തിക് സൂര്യ ആവാൻ നോക്കിയെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകും. ഒബ്വിയസ്ലി ഞാൻ കാർത്തിക് സൂര്യയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആളുടെ ആ ഹലോ ഗായ്സ് എന്നുള്ള ആ ഒരു ഇൻട്രോ ഇല്ല, അത് കണ്ടിട്ടായിരിക്കണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രോ ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവാം. അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടാണ് പണ്ട് ഈ ഇൻട്രോ. പിന്നെ ഞാൻ നിർത്തി. കാരണം കളിയാക്കല് കാരണം നമ്മൾ കാർത്തിക് സൂര്യ അല്ലെന്ന് കാർത്തിക് സൂര്യനാവാൻ നോക്കണം ഒരു ക്രിറ്റിസിസ് കാരണം ആ ഇൻട്രോ ഞാൻ പിന്നീട് നിർത്തി. അന്ന് നിർത്തുമ്പോൾ എന്റെ മൈൻഡിലിടായിരുന്നു. ഒരു കാലത്ത് എനിക്ക് ഇത്തിരി ഫോളോവർ ആകുമ്പോൾ ഈ ഇൻട്രോ രണ്ടാമത് ഞാൻ പറയും. ഇപ്പൊ എന്നെ ആർക്കും കളിയാക്കാൻ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം ഐ ഹാവ് പ്രൂവൺ ലൈക്ക് ഒരു 10K ഫോളോവർ എന്നെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും അങ്ങനെ ഇല്ല. എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള അത്ര വലിയ സംഭവമല്ല. ഐ മീൻ ഈ സോഷ്യൽ മീഡിയ ഏരിയയിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് അത്ര ഉള്ളൂ. അല്ല 10K വലിയ സംഭവം ഒന്നും ഞാൻ പറയണില്ല. ഇപ്പൊ ഞാൻ ഇന്റർ പറഞ്ഞ ചാനൽ ഐ ഹാവ് ദാറ്റ് പവർ. എനിക്കിപ്പോ അത് യൂസ് ചെയ്യാം. കാരണം ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് ആ ഇൻട്രോ ഞാൻ പറഞ്ഞത്. അത് പുതിയ ഉണ്ടാക്കി ഇൻട്രോ എന്നല്ലാതെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി അധികം ടൈം എടുക്കണ്ട. ഇന്ന് മുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ കുറെ ഉഴപ്പുണ്ട്. ലൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ടീച്ചിങ് മാത്രമല്ല നോക്കുന്നത്, വേറെ കുറച്ച് സംഭവം നോക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ മെയിൻ ലൈക്ക് കറണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അത് അറിയില്ല എന്താവും എന്നുള്ളത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആവും. ഞാനിപ്പോ ഈ ടീച്ചിങ്ങിൽ ഉണ്ടാവുന്ന ഡിലേ ഒക്കെ ജസ്റ്റിഫൈ ആവും. പക്ഷെ അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ടീച്ചിങ്ങിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കൊടുത്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആവും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. റിസ്ക് എടുക്കുക, അത് തന്നെയല്ലേ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാതെ നമുക്ക് അൾട്രാ സക്സസ് കിട്ടത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവിടെ ടൈം ലാപ്സ് ഇട്ടിട്ട് കുറച്ച് പഠിക്കാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ ഒരു 23 മിനിറ്റിന്റെ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു ഡൗട്ട് ഉള്ളത് കണ്ടു. ഇപ്പൊ ഇതിൽ 21 മിനിറ്റ് ആണ് കാണുന്നത്. കാരണം ഞാൻ സ്പീഡ് ഇത്തിരി കൂട്ടിയിട്ടാണ് ഇട്ടത്. 23 മിനിറ്റിന്റെ ക്ലാസ് ആണെങ്കിലും ഞാൻ പോലും അറിയാതെ ഈ ഫോൺ ഇപ്പൊ ഫുൾ ടൈം റെക്കോർഡിങ്ങിനൊക്കെ ഇല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡ്റേജിനാണ്. ഞാൻ പോലും അറിഞ്ഞില്ല. ഫോണൊന്നും എടുത്തിട്ട് വാട്സപ്പ് വെക്കാൻ വെക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഞാൻ എടുക്കില്ല വെച്ചിട്ടല്ലേ ഇരുന്നുണ്ടായിരുന്നത്. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളെ പോലെ കൺട്രോൾ അല്ലാത്ത ഒരു സിനാരിയോ വരുന്നുണ്ട് ചില സമയത്ത്. അപ്പോ എനിക്കിപ്പോ ഇങ്ങനെ ലൈക്ക് ഒരു വീഡിയോ എടുക്കണത് എന്നിട്ട് നിങ്ങളെ ബോധിപ്പിക്കണ പോലെ ഞാൻ എന്നെ തന്നെ പറ്റിക്കണത് ശരിക്കും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പഠിക്കണ്ടോ ഇല്ലേ എന്നൊന്നും. കാരണം നിങ്ങൾക്ക് അത് റെലവെന്റ് അല്ല. ഞാൻ പഠിച്ചിട്ട് എനിക്ക് കൊള്ളാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്റെ ഉള്ളിൽ ലൈക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ടാവുമല്ലോ പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ ഒത്തിരി ഫോക്കസ് ആയിട്ടിരിക്കും. പക്ഷെ വേറെ ആൾക്ക് ഈ മെത്തേഡ് ചിലപ്പോൾ റെഡി ആയിക്കോളും. ചിലർക്ക് വേറെ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്ന കരുതി നിങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കണമെന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. 23 മിനിറ്റ് അടുപ്പിച്ചിരുന്ന് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇരുന്നിട്ടില്ല. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോ ഇടയിൽ ഒരു യൂട്യൂബിൽ ഒരു ഡൗട്ട് ഒന്ന് വേറെ നോക്കാൻ കാണും. അപ്പൊ കാണാൻ WWE ഒരു തമ്മില്. അപ്പൊ ഇവര് രണ്ടുപേരും അപ്പൊ തല്ലൂടി. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായ സംഭവത്തിന് തമ്മിലാണ് ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാന്നുള്ള ഇതിൽ അത് നിൽക്കും. പിന്നെ ആ വഴി അങ്ങോട്ട് പോകും. ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. ബട്ട് നമുക്കിത് ആവശ്യമാണ്. ലൈക്ക് സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ പറഞ്ഞാല് ലൈക്ക് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമാണ്. കാരണം ഞാൻ അതിന്റെ വീഡിയോ ഒന്നും ആഗ്രഹിക്കുന്ന ആളാണല്ലോ. അല്ലാതെ ഒരു ബേസിൽ കൊണ്ടാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കാണ് പഠിക്കാൻ ഇഷ്ടം. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷനിൽ ഇരുന്നിട്ട് കേൾക്കണു. കാരണം നമുക്ക് സ്റ്റുഡൻസിന് നല്ലപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ കാര്യമില്ല. എന്ത് ഡൗട്ട് ചോദിച്ചാലും പറയാൻ പറ്റണം. അപ്പൊ നമ്മുടെ തന്നെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ പണിയാവും. ലാസ്റ്റ് നമ്മൾ നല്ല മൂഞ്ചും എല്ലാവരും രക്ഷപ്പെട്ടുണ്ടാവും. ലൈക്ക് നീ ബാക്കി നോക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ 23 മിനിറ്റ് ഒന്ന് അടുപ്പിച്ചിരുന്നത് ഇടയിൽ എനിക്കും ലൈക്ക് ഭയങ്കര ഉറക്കത്തിന്റെ വിരലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ നമ്മളെ എന്താണ് ഇങ്ങനെ ആക്കണം. ഓക്കെ,
5 മിനിറ്റ് ബ്രേക്ക് എടുക്കണ്ടാവും, എന്നിട്ട് ബാക്കി പഠിക്കാൻ നോക്കാം. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് പറഞ്ഞിട്ടല്ല ഞാൻ പോയത്. ഞാൻ 9:09 മുന്നേ പഠിക്കാനിരുന്നിട്ട് 10:11 10:10 നിർത്തിയത്. ഇപ്പൊ സമയം 10:50, 5 മിനിറ്റ് ബ്രേക്കിന് പോയിട്ട്. സംഭവം വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഫോൺ തന്നെ യൂസ് ചെയ്തത്, സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിനെ യൂസ് ചെയ്തത്. അതിന്റെ ഇടയിൽ ഒരു അക്കൗണ്ട് ഞാൻ കണ്ടു. അക്കൗണ്ട് കണ്ടപ്പോ കൃത്യം അതൊക്കെ തന്നെ എന്റെ കണ്ണിൽ വരത്തുള്ളൂ. അക്കൗണ്ട് കണ്ടപ്പോ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റ് ചെയ്യണ ഒരാളെ കണ്ടു ഞാൻ. ഭയങ്കര ആൾക്ക് ജസ്റ്റ് ജമ്പിങ് ഇങ്ങനെ വർക്കൗട്ടിന്റെ ഒക്കെ വീഡിയോ ഇടുന്നത് ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. മറ്റേ അനുഷ്ക ശർമ്മ സിസ്റ്റർ എന്നൊക്കെ കമന്റിൽ കാണുന്നത് ശരിക്കല്ല, ബട്ട് കാണുമ്പോ അതുപോലെ നല്ല പ്ലെയിൻ മുഖൊക്കെ ആയിട്ട്. ആളുടെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോ ഞാൻ ബാക്കി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ അല്ല അതിന് അത്യാവശ്യം ലൈക്ക് കമന്റ് നോക്കൂട്ടാ. ഒരാണാണെങ്കിൽ നോക്കിപ്പോവും, ഒബ്വിയസ്ലി ഞാനും നോക്കിപ്പോയി. ഞാൻ മെയിനായിട്ട് എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് എൻഗേജ്മെന്റ് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആയി. അതങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ലെസൺസ് ആണ് ലേൺ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ആളുടെ വീഡിയോ കണ്ട് എന്റെ സമയം പോയി, ഞാൻ വളരേണ്ട സമയം പോയി, അത് തിരിച്ചിട്ടത്തില്ല. ബട്ട് അയാളവിടെ വളർന്നു. നമ്മളെ തന്നെ ലൈക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കുക. നമ്മള് എല്ലാത്തിനും ഒരു ലെസൺ ലേൺ ചെയ്യാൻ നോക്കുക. ഇതിപ്പോ ഞാൻ കുറെ കാലം ഈ സെയിം സമയം റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതിലോട്ട് ലെസൺ പഠിച്ചിട്ടൊന്നുമില്ല. ബട്ട് എന്നാലും നമ്മളെ തന്നെ ലൈക്ക് നിർത്താൻ നോക്കുക, അല്ലെങ്കിൽ കുറക്കാൻ നോക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കല്. നമ്മള് മനുഷ്യനാണ്, വേണ്ടാത്തത് ചെയ്യാനാണ് ടെൻഡൻസി വരിക, വേണ്ടാത്തത് ചിന്തിക്കാനാണ് ടെൻഡൻസി വരിക. പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ടെൻഡൻസി ഇംപ്ലൈഡ് ആയിട്ട് വരത്തില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്തായാലും ഇപ്പൊ 1 മണിക്കൂർ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ നോക്കിയിട്ട് പോയി. സാല പോട്ടെ, വി വിൽ ലേൺ ഫ്രം ദിസ് ആൻഡ് ബാക്കി പഠിക്കാൻ നോട്ടെ. ഇപ്പൊ സമയം നമ്മളുണ്ടല്ലോ പഠിക്കാൻ പോകുമ്പോഴേ നമ്മൾ ഇരിക്കുന്ന ടൈം നമ്മള് ലൈക്ക് നോട്ട് ചെയ്താൽ പോണതിന്റെ തൊട്ട് ചെയ്ത് നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ 10:11 നിർത്തിയത്, സമയം 10:55. അപ്പൊ ഞാൻ ലൈക്ക് ഇങ്ങനെ എഴുതി വെക്കാം 10:55 ഇരുന്ന് അറിയേണ്ടത്. നമുക്കുണ്ടല്ലോ നമ്മൾ ഇരുന്ന ടൈം എണീറ്റ ടൈം അറിയുമ്പോ ഭയങ്കര കുറച്ച് ഇരുന്ന് അറിയുമ്പോ ലൈക്ക് ഒരു പുഷ് കിട്ടും അടുത്ത സിറ്റിങ്ങിന് ഇരിക്കുമ്പോ ഇത്തിരി കൂടിയും അവെയർ ആയിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ബാക്കി ഇത്തിരി പഠിക്കാൻ നോക്കട്ടോ. ഞാൻ 20 മിനിറ്റിന്റെ കൂടി ക്ലാസ് കേട്ട് കഴിഞ്ഞു. മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ECA പാസ്സായ സമയത്ത് എനിക്ക് ടീച്ചിങ്ങിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ജോബിനല്ലേ കയറിയത്. അപ്പൊ അങ്ങനെ ജോബിന് കയറിയിട്ട് ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തോണ്ട് തന്നെ ഈ ടച്ചൊക്കെ ഞാൻ വിട്ടു, പഠിച്ച സാധനങ്ങളൊക്കെ വിട്ടു. കാരണം നമ്മൾ പഠിച്ച ഫുള്ളും ഈ ബിഗ് ഫോറിലും നമ്മൾ യൂസ് ചെയ്യത്തില്ല, ലൈക്ക് ചെറുതായിട്ട് യൂസ് ചെയ്തുള്ളൂ. അപ്പൊ ഒരുപാട് ടച്ച് വിട്ടിട്ട് 1.5 കൊല്ലമായിട്ട് വീണ്ടും ടീച്ചിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം പഠിച്ച സാധനം വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ വരെയാണ്. അപ്പൊ അതൊരു മടുത്ത് ഭയങ്കരമായിട്ട്. കാരണം ലൈക്ക് ഫൈനല് പഠിക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് മടുത്തുണ്ടായിരുന്നു പഠിച്ചിട്ട്. കാരണം പഠിക്കരുത് എന്റെ ജീവിതത്തിൽ ഞാൻ ഫൈനലിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം തന്നെ വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോ ലൈക്ക് അത് ലൈക്ക് എന്റെ ഗോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ചെയ്യുന്ന അവസരം. പിന്നെ ലൈക്ക് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂലോ, ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചെയ്യും. കാരണം നമ്മുടെ ലൈക്ക് ഗോൾ അത്ര ഡിറ്റർമിൻഡ് ആണെങ്കിൽ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു 25 വയസ്സാവാനാകുമ്പോഴാണ് ലൈക്ക് ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത്. അപ്പൊ ആ ഒരു ടൈമില് ഈവൻ ഇഫ് ഐ എല്ലാവരും സെറ്റിൽ ആവുന്ന ടൈമിലാണ് ഞാൻ ലൈക്ക് എന്റെ ഒരു ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന സംഭവത്തിന് ട്രൈ ചെയ്യാൻ ജോബിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ 25-26 എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിംസിൽ ഒരു എല്ലാവരും കെട്ടണ പ്രായമാണ്. ഇപ്പൊ എന്റെ പ്രായത്തിലൊരു കെട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ വരുന്നുണ്ട്, കെട്ടണില്ലേ അതില്ലേ ഇതിലേന്നൊക്കെ. പക്ഷെ നമുക്ക് എല്ലാവരോടും നമ്മുടെ ഗോൾ എന്താ അല്ലെങ്കിൽ ലൈക്ക് എന്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പേടിയാണ്, നമുക്ക് പോലും അറിയില്ല അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡയലോഗ് അടിച്ചിട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അതിന് ഊക്കിൽ വേറെ കേൾക്കണം, അല്ലാതെ തന്നെ കേൾക്കുന്നുണ്ട്. ചിലത് നമുക്ക് പറയാൻ പറ്റാതെ എന്തിനു വേണ്ടി വർക്ക് ചെയ്ത് പറയാൻ പറ്റണില്ല, എന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വേണം. എന്നാൽ കാണുന്നവർക്ക് അത് കണ്ടിട്ട് മിണ്ടാതിരിക്കൂല. അവരില്ലെങ്കിൽ ചോദിക്കും കല്യാണം ഇല്ലേ, ഏതായില്ലേ, എന്താ ഇപ്പൊ CA പാസ്സായതല്ലേ, അപ്പൊ ഇനി കെട്ടിക്കൂടെ. കുറെ പേര് വിചാരം നമ്മൾ ജീവിക്കാനെ കെട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അവരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. കാരണം അവരിലേക്ക് ചെറിയ സർക്കിളിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇതാണ് ലോകം എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇതിനേക്കാളും വലുതായി അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ സംഭവത്തിൽ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അവര് ഈ നോർമൽ ആൾക്കാർ ചിന്തിക്കാണെങ്കിൽ കൂടുതൽ ചിന്തിക്കും. പക്ഷെ അത് മറ്റവർക്ക് മനസ്സിലാവണമെന്നില്ല, അത് മനസ്സിലാക്കി കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഒബ്വിയസ്ലി ആലോചിച്ചാൽ അറിയാം മുസ്ലിം സൊസൈറ്റിയിൽ എങ്ങനെയാന്നൊക്കെ. പെണ്ണ് കെട്ടണം 26-27 വയസ്സാവുക. ഇപ്പൊ ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും, ചെറിയ ശമ്പളമായാലും വലിയ ശമ്പളമായാലും എന്തായാലും ആ ഒരു ചോദ്യങ്ങളിലൊക്കെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ ഇത്തിരി കുറച്ചിട്ടുണ്ട്. കാരണം CA പാസ്സായിട്ട് ഒരു ജീവിക്കാനുള്ള ഒരു ലൈക്ക് സംഭവം എന്റെ കയ്യിലുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ബട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷറി ലൈഫാണ്, അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് എപ്പോഴും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ലൈഫ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇത്. അല്ലാതെ ഞാൻ ചെയ്താലും ഒന്നും പഠിക്കാൻ പോകുന്നല്ല. ലൈക്ക് ഞാൻ മെയിൻ ആയിട്ട് ജോബിൽ നിന്ന് കയറിയിട്ട് പിന്നെ ടീച്ചിങ്ങിന് ഇറങ്ങിയോണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അല്ലാതെ പാസ്സായപ്പോൾ തന്നെ ടീച്ചിങ്ങിലോട്ട് ഇറങ്ങി ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് മടുപ്പുണ്ട്. ബട്ട് എന്നാലും നമ്മളതിനെ പുഷ് ചെയ്ത് പോകും. കാരണം മൈ സക്സസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, യുവർ സക്സസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ബാക്കി പഠിക്കട്ടെ. ഇപ്പൊ ഇത്തിരി 15 മിനിറ്റ് ഇതിനിടയിൽ പോയി. ഓക്കെ, ഇത്തിരി ഇൻസ്റ്റാഗ്രാമിൽ ചെറുതായിട്ടൊന്ന് കയറി ഞാൻ അറിയാതെ. ഓക്കെ, ബാക്കി നോക്കട്ടെ. 10:55 നമ്മൾ പഠിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. അതിനിടയിൽ ഒരു കുറച്ചേരം യൂട്യൂബ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഡൗട്ട് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ലൈക്ക് ഒരു
സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ലൈക്ക് അതുവഴി കുറച്ച് പോയി പഠിച്ച് ഭ്രാന്തായിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ്. ലൈക്ക് എനിക്കാണെങ്കിൽ എൻ്റെ ഫോണിൽ സ്ഥലമൊന്നുമില്ല, അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം. ലൈക്ക് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം കേട്ടോ. ചിലർ ലൈക്ക് ഞാൻ മുന്നത്തെ ഒരു കമന്റ് കണ്ടാണ് ലൈക്ക് പാസ്സായിട്ട് ഒരു CA കാരന്റെ ലൈഫ് പോലെ തോന്നുന്നില്ല എന്നുള്ള ഒരു കമന്റ് കണ്ടു. ഞാൻ എന്നെ പറ്റി പൊക്കി പറയണതല്ല, ഞാനൊരു ഫാക്ട് പറയണതാണ്. ഞാനൊരു നോർമൽ CA കാരന്റെ ലക്ഷ്യമല്ല. ലൈക്ക് ഐ ആം ഡ്രീമിങ് സംതിങ് ബിഗ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്ര വലിയ സംഭവമായിരുന്നല്ലോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ വലിയൊരു സംഭവം ആകുമ്പോൾ നമ്മൾ ഒരു വലിയൊരു താഴ്ചയിലോട്ട് പോകേണ്ടി വരും. അത് നമ്മൾ ആഗ്രഹം കൊണ്ട് പോണതല്ല, നമ്മുടെ ജീവിതം അങ്ങനെ ആക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ പഠിക്കുന്നതായാലും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതായാലും ഒക്കെ അത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ പക്ഷെ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ബട്ട് എന്ന് കരുതിയിട്ട് ഇതുപോലത്തെ ഓരോ കമന്റ് കിട്ടുമ്പോൾ അത് കേട്ടിരിക്കാനും വലിയ സുഖം ഉണ്ടാവില്ല. കാരണം എല്ലാവരും പണിയെടുത്തിട്ട് തന്നെയാണ് അവരുടെ ഓരോ ഡ്രീമുകൾ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് സൊസൈറ്റിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ CA പാസ്സായിട്ട് 23 വയസ്സിലെ ജോബിന് കയറിയിട്ട് ലൈക്ക് 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ട് ലൈക്ക് അത്യാവശ്യം സേവിങ്സും അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് സൊസൈറ്റിനെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ജീവിതം എനിക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടും. ബട്ട് ഞാനൊരു റിബലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്റെ ഹാപ്പിനെസ് എന്താണ് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ നോക്കുന്ന ആളാണ്. ഈവൻ ഇഫ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്. അപ്പോൾ ലൈക്ക് അങ്ങനെ ആവണം എല്ലാവരും ആയാലും. ഒരു ജീവിതമുള്ളൂ, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ നോക്കണം. അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പീസ് ഓഫ് മൈൻഡിന് കാരണമാവാൻ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം. ലൈക്ക് നത്തിങ് ബട്ട് CAനേക്കാളും വലുതാണ്. CA എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. അത് കുറച്ചിട്ട് ആസ്പെക്ട് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇപ്പൊ ഒരാൾക്ക് CA ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അയാളെ ജോലിയിൽ ഹാപ്പി ആണെങ്കിൽ ഒബ്വിയസ്ലി അയാൾക്ക് CA തന്നെ ആയിരിക്കും ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഞാൻ അതിനേക്കാളും വലിയൊരു ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫിനാൻഷ്യലി കുഴപ്പമില്ല. ലൈക്ക് എമൗണ്ട് എനിക്കൊക്കെ കിട്ടിയായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ ഉണ്ടാക്കണതല്ല, നമുക്ക് ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ള ഒരു സമയം കിട്ടണം. അത്ര പൈസ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടാൻ നമുക്കൊരു ഫ്രീഡം തോന്നണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഫ്രീഡം തോന്നത്തുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഗോള് എനിക്ക് വേറെ പല ഡ്രീംസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഹാപ്പിനെസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഫ്രീഡം ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജോബിൽ ഇറങ്ങിയത്. അല്ലാതെ എംപ്ലോയ്മെന്റ് മോശമായതുകൊണ്ടൊന്നല്ല. അത് ഓരോരുത്തർക്ക് ഡിഫർ ചെയ്യും. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് കരുതിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാവാതിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായേക്കാം. ഒരു മനസ്സിലാക്കാനുള്ള ഒരു ലൈക്ക് മെച്യൂരിറ്റി നിങ്ങൾ കാട്ടണേ. ജസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ബ്രേക്ക് എടുക്കട്ടെ. പഠിച്ച് ഭ്രാന്തായിരിക്കുകയാണ്. ഞാൻ എപ്പോഴാണ് ഇരിക്കാറില്ല. ഒരു മൂട് വരുമ്പോൾ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം കാണാം.